ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പാരീസ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വിവരം പങ്കുവെക്കാനായിട്ടാണ്. നമ്മളെല്ലാവരും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ്. പെട്ടെന്നുള്ള മരണം സംഭവിച്ച് കുടുംബം അനാഥമാവുന്ന ഒരവസ്ഥ. ഇതിനൊക്കെ ഒരു പരിഹാരമായി വളരെ പ്രശസ്തനായ പാരമ്പര്യ സിദ്ധി കൈവരിച്ച ഒരു ഉണ്ണി വൈദ്യരുടെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. ചെറിയ ഒരു കടയിൽ നിന്നും തുടങ്ങി ഇന്ന് ഈ എൻ്റെ പിറകിൽ കാണുന്ന രീതിയിലേക്ക് വളർന്ന് 10 പൈസ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലമില്ലാതെ തൻ്റെ മുന്നിലെത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികളെ അത്ഭുത സിദ്ധിയുള്ള മരുന്ന് നൽകിക്കൊണ്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു മഹാപ്രതിഭ, ഒരു അനുഗ്രഹീതൻ, ഈശ്വര തുല്യനായ ഉണ്ണി വൈദ്യരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഉണ്ണി വൈദ്യരെ നിങ്ങൾക്കായി ഞാനൊന്ന് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സക്കായി സ്വന്തം വീട്ടുമുറ്റത്തിരിക്കുകയാണ്. വൈദ്യരെ നമസ്കാരം. വൈദ്യരെന്തോ ധ്യാനത്തിലാണ്. അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കും. ഇത് കിരൺ വൈദ്യൻ, ഉണ്ണി വൈദ്യന്റെ ചെറിയച്ഛന്റെ മകനാണ്. അത് ചെറുവൈദ്യർ. അദ്ദേഹം എന്തോ മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ച് ഉണ്ണി വൈദ്യർ പെട്ടെന്ന് തട്ടിപ്പോയാൽ തന്നെ ഈ ഔഷധത്തിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പരമ്പരയെ മുഴുവൻ ഈ ഔഷധക്കൂട്ടും ഈ ചികിത്സയും അദ്ദേഹം കൂടെ നിർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉണ്ണി വൈദ്യർ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ഉണ്ണി വൈദ്യരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വൈദ്യരെ നമസ്കാരം. നമസ്കാരം. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ അങ്ങയുടെ ചികിത്സയെ കുറിച്ച് അറിഞ്ഞ് അത് ഒരുപാട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. മരണത്തോട് മല്ലടിക്കുന്ന രോഗികളെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചികിത്സയാണ് അങ്ങ് ഇവിടെ നൽകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? രണ്ടാമത്തത് ഞാനാണോ? പറഞ്ഞോളൂ. ആളുകൾ രോഗങ്ങൾ കൊണ്ട് നട്ടം തിരിയും. അപ്പോഴാണ് ഈ കുന്നംപുറത്ത് ഉണ്ണി വൈദ്യർ കുത്തിയിൽ നിർമ്മിച്ച ഒറ്റമൂലി. അതെ അതെ, അവിടെ പറഞ്ഞു. പല രോഗങ്ങൾ, പല ആൾക്കാർ, ഏത് രോഗമായിക്കോട്ടെ രോഗി വേണം, അത്രമാത്രം. ഏതോ രോഗിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, അവരുടെ രോഗം എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. മരണത്തിന്റെ നൂൽപാലത്തിനിടയിലാണ് അല്ലേ? അതെ, രോഗി എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രക്ഷിക്കണം വൈദ്യരെ, പെട്ടെന്ന് തളർന്ന് വീഴായിരുന്നു. പോകേണ്ട എല്ലാ ആശുപത്രിയും പോയി വൈദ്യരെ, വേറെ ഒരു വഴിയില്ല. അദ്ദേഹം എന്തോ ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള നാടി പിടിച്ചുള്ള നോട്ടമൊക്കെയാണ്. പ്രാർത്ഥനയിലാണ് അദ്ദേഹം. എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. ഇറങ്ങി ഓടും. മരുന്ന് കുടിച്ചാൽ ആളെ എഴുന്നേക്കും എന്നാണ് വൈദ്യരുടെ ഉത്തമ വിശ്വാസം. നമുക്ക് നോക്കാം. കുടിപ്പിക്കുകയാണ് അദ്ദേഹം. ചുണ്ട് കൂടിയിട്ടുണ്ട്. കൈയൊക്കെ പതുക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. മരുന്ന് അപ്പടി കഴിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് വൈദ്യർ. രോഗിക്ക് ചെറിയൊരനക്കം. ഓടി തുള്ളി തുള്ളിച്ചാണ്. അത് കൂടെ വന്നവരും സന്തോഷത്തിലാണ്.
ഹലോ ഗൈസ്, നിങ്ങൾ കൺമുന്നിൽ കണ്ടില്ലേ? ആശുപത്രിയിൽ നിന്നും മടക്കിയ രോഗിയെ ഉണ്ണിവൈദ്യർ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് നടത്തി അദ്ദേഹം ഓടിയത് നമ്മുടെ കൺമുന്നിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് മഹാരോഗമുണ്ടെങ്കിലും ഉണ്ണിവൈദ്യന്റെ അടുത്ത് വരിക, നിങ്ങൾ ഭേദമായി പോവുക. അപ്പൊ വീണ്ടും ഞാനൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കളറായില്ലേ? പഴയ നടുവേന സംഭവം ചോറായി. ഇരുന്നോ, അവിടെ ഇരുന്നോ. കോയമ്പത്തൂരാറ്റം കാണിക്കടി. സൂപ്പറായില്ലേ? അതെ വൈദ്യരെ, സംഭവം കളറായില്ലേ? മില്യൺ വ്യൂവേഴ്സാണ് ഇത് കണ്ടിട്ടുള്ളത്. അതെ, എന്റെ ഒരു 10 രൂപ. ഞാൻ ഈ ഉണ്ണിവൈദ്യരുടെ വീട്ടിലുണ്ട്, വിളിക്കാം. എന്റെ 10 രൂപ അവർക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കണം. എനിക്ക് 1500 എന്തിനാണ്? ഞാൻ നാടകത്തിന് പോയ 1500 കിട്ടുന്ന വന്ന് കിടക്കുന്നില്ലേ കുറെ പുള്ളിയെ നന്നായിട്ട് ചെയ്യുകയും ചെയ്ത് പിന്നെ ആ കസേര പുള്ളിയുടെ വീട്ടിൽ നിന്ന് എടുത്താണ് ചോന്നുണ്ടോന്ന്. ഇല്ല, തർക്കിക്കേണ്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ. ഒരു 15,500 വൈദ്യരെ. ടോട്ടൽ എത്ര വരും? ഇപ്പൊ എന്റെ 10ഉം 4, 14, 15,500. അവരൊന്നും പൈസ കൊണ്ടു ഇറങ്ങി വൈദ്യര് ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് കണ്ടേക്കണ ആളുകൾ ഇവിടെ വരും, അതിന് പൈസ കിട്ടും. ഇതിൽ പിശുക്കല്ലേ? കൊണ്ടാ 15. കലക്കി കുടിച്ചു. വേണ്ട വേണ്ട, ഒരാളും കുടിക്കാൻ നിൽക്കണ്ട. വാ വാ, നിങ്ങൾ നിൽക്കണ്ട പോരി. വെള്ളം കുടിച്ചു പോയിക്കോ. വേണ്ട വേണ്ട, 1500. അങ്ങനെ ഓണറിന് മുമ്പിൽ കേട്ടോ. എടോ, നടക്കാനാവില്ല, നടുവ് ഇളകി. അടുത്തോ 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 ലക്ഷണം ശരിയില്ല. രോഗലക്ഷണമാണോ? അല്ല, ഇവന്റെ കള്ളലക്ഷണം. പോകാൻ. അതെ, കള്ളലക്ഷമുള്ളവൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ മന്ത്രം പരിക്കൂല, എന്റെ വൈദ്യം തീരും. ബ്രാൻഡ് കഴിക്കോ? അവൻ നാടനാണ് കഴിക്കുന്നത്, പക്ഷെ ഇപ്പൊ കഴിച്ചിട്ടില്ല. അവന് വേറെ കുഴപ്പക്കാരനല്ല. അവൻ കഴിക്കുന്നതല്ല പറഞ്ഞത്, നിങ്ങൾ കഴിക്കോന്ന്. ഞാൻ കഴിക്കും, പക്ഷെ വെറുമേറ്റ് കഴിക്കൂല. എന്നാ കഴിക്കണം. വൈദ്യുതി നിർബന്ധിച്ച ഒരു 60 കഴിക്കാം. കറുത്ത കോയിനെ കണ്ടിട്ടുണ്ടോ? കരിങ്കോയിന. കറുത്ത കാക്കയെ കണ്ടിട്ടുണ്ട്. അതല്ല, കരിങ്കോഴി. ഇതാ കരിങ്കോയിലെ പച്ചച്ചോര. ചോര ചുവപ്പല്ലേ? പച്ച. ഓ, ചോര. ഓ, 30. ഓ, 60 ബ്രാൻഡി. ആ, പിന്നെ ഞാൻ പൊടി അങ്ങോട്ടിടും. ഇത് കഴിഞ്ഞ ഒറ്റ കുട്ടി അങ്ങോട്ട്. ചോരയും ബ്രാൻഡിയും പൊടിയും കൂടെ ഒക്കെ ആകുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരും. അത് വേണ്ട, വേറെന്തെങ്കിലും. ചോര തൂറി തൂറി ചാവും. നടക്കാനോ എണീക്കാനോ ഒന്നും ഇല്ലാണ്ട് ചാവും. എന്താ പറയുന്നത്? കുടിക്കാം. ഒരു കറുത്ത കോയിനെ കൊണ്ടുവരണം, ഒരു ബ്രാൻഡി. അതിപ്പോ ഞാനിപ്പോ എവിടെ പോയി കൊണ്ടുവരും? എനിക്കതിനുള്ള നിവൃത്തിയില്ല. ഞാൻ കൊണ്ടുവരും. കറുത്ത കോയും ബ്രാൻഡി ഞാൻ കൊണ്ടുവരും. ഓ, ഒരു 1001 രൂപ ഈ മേശപ്പുറത്ത് വെക്കണം. വെക്കാം. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഞാൻ അങ്ങോട്ട് തരും. പിന്നെ 1 മണിക്കൂർ ഇവിടെ കിടക്കണം. അതിൽ സൗകര്യം ഇവിടെ ഉണ്ട്. കയ്യോ കാലോ അനങ്ങരുത്, കൺപീരി പോലും അനങ്ങരുത്. ശ്വാസോച്ഛ്വാസം വേണ്ട, നിശ്ചലം. എന്തിനാ ഇപ്പൊ പിടിച്ചത്? ഇപ്പൊ അല്ല, പിന്നെ മരുന്ന് കഴിച്ചിട്ട്. ഇതൊന്നും അനങ്ങരുത്. ഞാൻ വന്ന്
മൂർത്താവിൽ നിന്ന് തൊടും. അപ്പൊ എഴുന്നേക്കാം. ഓ പിന്നെ ചിക്കൻ വറവ്, കോഴി വറുത്തത്, പൊരിച്ചത്, കരിച്ചത്, മീൻ വറവ്, എരിവ്, പൊടി എന്തും കഴിക്കാം. അതെയാ? എന്ത് പറഞ്ഞു വീടിന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാ വലത്തോട്ട് ദേ ഒരു വൈദ്യര ഹോട്ടലുണ്ട്. വൈദ്യരുടെ ഹോട്ടൽ തന്നെയാണോ അത്? എന്തല്ല, ഒരു വൈദ്യര ഹോട്ടല്. അവിടെ നിന്ന് എന്ത് വേണം കഴിക്കാം. ഓ അല്ല, ആ കഴിക്കണതിന്റെ പൈസ അതും ഈ 1001 വരുമായിരിക്കും അല്ലേ? പള്ളി വേറെ പള്ളിക്കൂടം വേറെ. അത് ആടെ കൊടുക്കേണ്ട പൈസ ആളെ കൊടുക്കണം, ഇവിടെ കൊടുക്കേണ്ട പൈസ ഇവിടെ തരണം. ഓ ആ ഒരു കാര്യം ചെയ്യും, 30 കോയില ചോര, 60 ബ്രാണ്ടി. ഐസ് വേണ്ട, അത് പിന്നെ ഞങ്ങൾക്ക് തന്നെ. ഒന്നും പേടിക്കാനില്ല, ഇവിടെ എല്ലാം ഒന്നും പ്രശ്നമില്ല. മാറുമല്ലോ അല്ലേ? ഇതെന്തത്? എന്താ പറ്റിയെന്ന്? എന്താ ഗ്യാസ്? ഇതിപ്പോ കൊറേ ആയല്ലോ സത്യേട്ടാ. ഞാൻ ഒരു ഗ്യാസിന്റെ മരുന്ന് തരട്ടെ? അലോപ്പതി അല്ലേ? ആ അത് നിന്റെ അച്ഛനോട് കൊടുക്ക്. എന്നിട്ട് ആ വിഷം അങ്ങേര് തിന്ന് കഴിച്ചിട്ട് അങ്ങേര് ചാവട്ടെ. ചത്തിട്ട് മരണാനന്തരം നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള പറമ്പുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിക്കാം. എന്തൊക്കെ ഈ പറയണ നിങ്ങള്? പറയണത് അത് നന്നല്ല, അത് വിഷാണ്. ഇന്ന് ഓര് പറഞ്ഞു നിങ്ങളോട്? ഉണ്ണി വൈദ്യര്. ഇനി വൈദ്യര് ഓ അങ്ങനെ അതിന് മെഡിസിൻ പഠിച്ചാ? മെഡിസിൻ പഠിച്ചവരെ മുഴുവൻ അത് വിഷാന്ന് പറയോ? എടി അതൊക്കെ തിന്ന് കഴിച്ചാൽ കിഡ്നിക്കാണ് കുഴപ്പം, അത് മനസ്സിലാക്ക്. അപ്പൊ നിങ്ങൾ മരുന്നൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കണില്ലേ? മരുന്ന് കഴിക്കണില്ലേ? ഉണ്ണി വൈദ്യര് തന്ന മരുന്ന് കഴിക്കണില്ലേ? അത് കഴിച്ചിട്ട് വല്ല മാറ്റുണ്ടോ? ആര് പറഞ്ഞു മാറ്റില്ലാന്ന്? ഇങ്ങനെയായിരുന്നു മുമ്പ്. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെന്താ? ഇപ്പൊ നിങ്ങക്ക് ഛർദിയുണ്ട്, പിന്നെ എന്തോ നെഞ്ചെരിയണു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കരിയല്ലേ, പിന്നെ ചോര പോണു, വയറുവേന എടുക്കണു. ഇതൊക്കെ ആശ്വാസം ഉണ്ടെന്നാ പറയണേ? ആ കരിങ്കോഴിയുടെ ചോരയും അതിന് ലേശം മദ്യവും പിന്നെ എന്തോ വേറെ മരുന്നും കൂടി ഇട്ടിട്ടാണ് ഈ തരുന്നത്. ചോര പോയി എന്ന് പറയണത് അത് കഴിച്ചതിന്റെയാണ്. വേണ്ടാത്ത സംഗതികളാണ് ഈ പോണത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം ഒന്നുകൂടി മൂർച്ഛിക്കും, അത് കഴിഞ്ഞിട്ടാണ് കുറയുക. ആ മൂർച്ഛിക്കണേന്റെ ഇപ്പൊ കണ്ടത്. എന്താ ഇതിന് കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അവിടെ മൂർച്ച വെള്ളറ്റ് വേണോ? വെള്ളറ്റ് വേണോന്ന്? വെള്ളം വേണ്ട, പറഞ്ഞാലും അനുസരിക്കില്ല വെറുതെ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞു തരാം. വെള്ളം എടുക്ക്. ഇല്ല. എപ്പോഴാ നിങ്ങടെ? കൊച്ചരായി. അൽഹംദുലില്ലാ. എന്താ വിശേഷങ്ങള്? അങ്ങനെ പോണു. അല്ല കോയക്ക, ഇതിനൊരു അവസാനല്ലേ? എത്ര തവണ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയണത്? ഇതൊക്കെ അപ്പ നിർത്തി തരാടോ, അതിനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. ധാര മരുന്നത്? ഇത് നമ്മളെ വടക്കേര ആചാര്യല്ലേ വൈദ്യരേ. എന്താ ഈ ഒരു മരുന്ന് മതി സകലമാന രോഗത്തിന്. പക്ഷെ മൂപ്പരൊന്ന് കണ്ടു കിട്ടാനടങ്ങറ. സുബിക്ക് വരും ആൾക്കാരവിടെ. തിരക്ക് പറഞ്ഞ ഏത് ജാതി തിരക്ക്? അങ്ങനെ നിരനാല അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങള് തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് ഞാൻ ചെല്ലും, പിന്നെ അധികം അവിടെ ഇരുത്തലൊന്നുമില്ല. അപ്പൊ തന്നെ ഈ സംഗതി തന്നിട്ട് അങ്ങട്
ഇതിപ്പോ നിങ്ങൾ കൊറേ കാലമായിട്ട് തിന്നുന്നുണ്ടല്ലോ നിങ്ങളെ തുമ്മലിന് മാറ്റമൊന്നുമില്ലല്ലോ. ആരാ പറഞ്ഞത്? പറയില്ല. ഇതന്നെ ഞാൻ പറഞ്ഞു ഡേഡിയെ മാറി. നിങ്ങളിപ്പോ ഈ നിക്കണ സ്ഥലല്ലേ, ഇവിടെ നിങ്ങൾക്ക് പറ്റാത്ത എന്തോ ഒരു സാധനം ഉണ്ട്. അത് അലർജി ആയിട്ട് നിങ്ങൾക്ക് തുമ്മല് വരുന്നേ. ഞാൻ അലർജി വെച്ചപ്പോ അത് ആചാര്യ പറഞ്ഞില്ലല്ലോ എന്നോട്. ആചാര്യക്ക് അതിനുള്ള വിവരമൊന്നും ഉണ്ടാവില്ല. ആചാര്യ വർത്താനം പറയല്ലേ. നിങ്ങളൊരു നല്ല ഡോക്ടർമാരെ പോയി കാണിക്കുകയും പോയിക്കാ. ഇത് ഇപ്പൊ പഠിച്ച ഡോക്ടർമാര് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ പഠിച്ചതിന്റെ ഇത് എന്താ വെച്ചോ ഇവർക്കൊക്കെ സിദ്ധിയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. എന്താണ്? നിങ്ങൾ കൈവതും ഏതെങ്കിലും ഡോക്ടറെ പോയി കാണണം നിങ്ങൾക്ക് നല്ലത്. ഡോക്ടറെ പോയിട്ട് കണ്ട് എന്താ പണ്ട ഗ്യാസിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഗ്യാസ് മാറിയല്ലോ. അറിയോ? പിന്നെന്താ, ഞാൻ നമ്മുടെ ഉണ്ണി വൈദ്യരില്ലേ, ഉണ്ണി വൈദ്യരുടെ അടുത്ത് പോയി. അല്ല അവിടെ തന്നെ ഞാൻ പോക്ക്. ഞാനല്ലാണ്ട് ഈ മറ്റേ അലോപ്പതി ഇതൊന്നും തുടരുന്നില്ല. നമ്മക്കൊന്നും പറ്റണല്ല. അല്ല എങ്ങനെയുണ്ട് ഇപ്പോ തുമ്മല്? ഉള്ളത് പറയാലോ സത്യ. സമാധാനം ഇടക്കൊരങ്ങനെ വരും. അതേ ഉള്ളൂ. വൈറസ് ആണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കാൻ. എടാ വൈറസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല, ആദ്യം അത് മനസ്സിലാക്ക്. അപ്പൊ ഈ കൊറോണ വൈറസ് വന്ന ഇവിടെ കുറെ ആൾക്കാർ മയ്യത്തായല്ലോ, അതെങ്ങനെയാണ്? കൊറോണ ഒലക്കട മൂടാണ്. അതെ, ഇജ്ജ് ഒരു ദിവസം എന്റെ കൂടെ ഉണ്ണി വൈദ്യരെ എടുത്തിട്ട് പോവാ. എന്തെത്തും വർത്തന സത്യത്തങ്ങൾ പറയണേ. ഈ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലം നിരന്തരമായിട്ട് ഗവേഷണം നടത്തിയിട്ടാ ഇങ്ങനത്തെ ഓരോന്ന് കണ്ടുപിടിക്കണേ. അപ്പൊ ഈ 7ാം ക്ലാസ് വരെ പഠിച്ച ഈ ഉണ്ണി വൈദ്യർ പറയണ ഞങ്ങൾക്ക് വേദവാക്യം ഇത് അങ്ങട് പറഞ്ഞ ഇതൊക്കെ കേൾക്കില്ലല്ലോ. മനസ്സിലാവൂലേ? എന്ത് ഒറ്റമൂലി എന്താന്ന് അറിയാം എനിക്ക്? എനിക്കറിയില്ല. ഞങ്ങൾ ചികിത്സിക്കുന്നത് അതാണ്. ഈ ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറ്റിയാ? എന്തേ എന്തേ എന്താ പഴം കുടിക്കോ? പഴഞ്ചൊക്കെ തളിക്കേ എന്താണ്? എന്ത് ഈ പൊടി ഒത്തിരി കഴിക്കും. ആ പൊടിയൊന്നും കൊടുക്കല്ലേ നിങ്ങള്. ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടോ നിങ്ങള് വണ്ടി വിളിക്ക്. അല്ലാന്നേ ഉണ്ണി വൈദ്യർ എടുത്ത് പോവാ. ഉണ്ണി വൈദ്യരൊന്നല്ല, ഡോക്ടറെ അടുത്ത് പോവാ. ഒരു വണ്ടി വിളിക്കും. പോയിക്ക വണ്ടി വിളിക്കങ്ങള്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, ഞാൻ വിളിക്കാം. എന്താ അസ്വസ്ഥ ഉണ്ടോ? ഇതവിടെ ഇരിക്കും സത്യ. ഉണ്ണി വൈദ്യരെ അടുത്ത് പോവാ. അല്ല ഡോക്ടറെ അടുത്ത് പോകണം. ഇങ്ങോട്ട് തരണേ, ശരിയാവില്ല. അവിടെ ഓട്ടോ ഷർട്ട് എനിക്ക് സത്യേട്ടാ പിടിക്കും. ഞാൻ വിളിച്ചിട്ട് വരാം. നിങ്ങൾ പിടിക്കും. ഞാൻ വിളിച്ചിട്ട് വരാം.